ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഐ ഫസ്റ്റ് വേൾഡ് ആർജി. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ സുഖമില്ലായിരുന്നു, ഇപ്പോഴാണ് സൗണ്ടൊക്കെ ഒന്ന് ശരിയായി വന്നത്. അപ്പോൾ ഇന്നൊരു നമ്മളെ ഉപ്പാൻ്റെ വീട്ടിൽ വെച്ചിട്ടൊരു മീറ്റപ്പ് നടത്താമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഐഫൂസിനൊക്കെ മാറ്റിച്ച് ഫ്രഷായി നമ്മൾ പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ടൈം ഒരു 9:30 ഒക്കെ ആയിന്. ഉപ്പൻ്റെ തറവാട്ടിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഉപ്പയും ഉമ്മയും ഒക്കെ കൂടി ഇവിടുന്ന് പെരുമണ്ണയിൽ നിന്ന് പോവുകയാണ്. 10 മണിയാകുമ്പോൾ എത്താനാണ് എല്ലാവരോടും പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിന് അവിടെ എത്തുമ്പോൾ. അപ്പോൾ ടൗണിൽ വെച്ചിട്ടാണ് പരിപാടി കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തുമ്പോൾ ഏകദേശം ടൈം ആയിക്കോളും. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അപ്പോൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്നു കേട്ടോ. അധികം പുറത്തൊന്നും ആരുമില്ല, ഉപ്പമ്മൻ്റെ മക്കളും അവരുടെ മക്കളും അങ്ങനെയൊക്കെ മാത്രം കേട്ടോ. എല്ലാ ഫംഗ്ഷനും ഉണ്ടാകുമ്പോൾ എൻ്റെ ഉപ്പ ഇവിടെ ഉണ്ടാവില്ല, ഗൾഫിലാണ്. അപ്പോൾ ഇന്ന് ഉപ്പ പോണതിന് മുന്നായിട്ട് തന്നെ നമ്മൾ വെച്ചാണ് കേട്ടോ. പിന്നെ നമ്മളെത്തിയപ്പോൾ തന്നെ ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഏകദേശം ടൈം ഒരു ഉച്ച ആയിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മളെ കലാപരിപാടികളൊക്കെ പ്ലാൻ ചെയ്തത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ വാരി കൊടുക്കുകയാണ് കസിന്. അത് കഴിഞ്ഞ് പിന്നെ ആണുങ്ങളൊക്കെ ഒപ്പരം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉമ്മമാരൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ ഫുഡൊക്കെ. ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ മന്തിയും ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് ഓർഡർ ചെയ്താണ്. അപ്പോൾ ഇന്ന് പണിയൊന്നുമില്ല, അപ്പോൾ അവർക്ക് എടുത്ത് വെക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് ലീവ് വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഓർഡർ ആക്കിയാണ്. അങ്ങനെ ടേബിളിൽ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞ് ആണുങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. ഉപ്പ, വല്യുപ്പ, കസിൻസുകൾ, അളിയന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ജുനൈസ്ക വന്നിട്ടില്ല. ജുനൈസ്ക വരാൻ കുറച്ച് ലേറ്റാവുമെന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇവരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞേരാണ് ജുനൈസ്ക വരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ജുനൈസ്കാനെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഐഫൂസ് ജുനൈസ്കാനെ കണ്ട പാടെ തന്നെ ഭയങ്കരമായിട്ട് ആർപ്പും വിളിയും ഒക്കെ ആയിരുന്നു കേട്ടോ അവളെടുക്കാൻ വേണ്ടിയിട്ട്. ജുനൈസ്ക നമ്മളെ കൂടെയാണ് ഫുഡ് കഴിക്കാനിരുന്നത് കേട്ടോ. അങ്ങനെ പെണ്ണുങ്ങളെല്ലാവരും ഒപ്പരം ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഉമ്മ, കസിൻസുകൾ, വലിയമ്മ ഒക്കെ ഉണ്ട്. അപ്പോൾ ജുനൈസ്ക നമ്മളെ കൂടെ ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അതിന് ശേഷം നമ്മൾ ഐസ്ക്രീം എല്ലാവർക്കും ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിച്ചാലും ഐസ്ക്രീമൊക്കെ എല്ലാവരും തിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളെ കലാപരിപാടി സ്റ്റാർട്ടാക്കുന്നത്. അങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണല്ലോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ സെറ്റാക്കാണ്. പിന്നെ മ്യൂസിക് ചെയർ ആണ് ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാണ്. അപ്പോൾ താഴത്തെ സ്ഥലം പോരാന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി ടെറസിൻ്റെ മേലേക്ക് ആക്കി. ഇപ്പോൾ ഫസ്റ്റ് കുട്ടികളെ ജസ്റ്റ് ഒന്ന് കളിപ്പിച്ച് മാറ്റി കേട്ടോ, അവർ കരണ്ട വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ ഗേൾസ് എല്ലാവരും കൂടി കസേലകരി കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു മെമ്മറിയാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീലിംഗ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ തന്നെ ഒരു രസമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആണുങ്ങളെല്ലാവരും നമ്മളെ മ്യൂസിക് ചെയറിന് വേണ്ടിയിട്ട് കളിക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടാണ് നമ്മളെ കലാപരിപാടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ബലൂണ് വീർപ്പിച്ച് പൊട്ടിക്കുക. അപ്പോൾ അതിലെൻ്റെ ഉപ്പക്കാണ് കേട്ടോ ഫസ്റ്റായിട്ട് കസാലക്കരിക്ക് എനിക്കാണ്. അങ്ങനെ ആണുങ്ങൾ കഴിഞ്ഞ് പിന്നെ പെണ്ണുങ്ങൾ ബലൂണ് വീർപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ് ജയിച്ചവർക്കൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചായൻ്റെ കടിയൊക്കെ അത് ഓർഡർ ആക്കിയാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊക്കെ പീസാക്കി എല്ലാവർക്കും ഓരോരോ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിടുക. അപ്പോൾ പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഞാനും ജുനൈസ്കായും മോളും കൂടി ഒന്ന് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്കൊന്ന് വന്നതാണ്. കുറേ കാലമായി ബീച്ചിലേക്കൊക്കെ ഒന്ന് വന്നിട്ട്. അപ്പോൾ ഒരു വൈബിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് വന്ന കേട്ടോ. ഫുസ് ബീച്ചിലെത്തിയപ്പോൾ ഓരോന്ന് കാണിക്കാം കേട്ടോ. ബീച്ചിലിങ്ങനെ ഓരോ ബോള് അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൾ അതിൻ്റെ നേരിലേക്കാണ് കൈ പോകുന്നത്. പിന്നെ വെള്ളം കണ്ടപ്പോൾ അവൾ വിചാരിച്ച് അവിടേക്ക് അവളെ ഇറക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ
പിന്നെ കുറേ കരഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഐഫൂസിനെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിറക്കി ഒന്ന് കളിപ്പിച്ചൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ ഏകദേശം രാത്രിയാണ് നമ്മൾ ബീച്ചിൽ നിന്ന് വരാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ചിൽ തന്നെ ജസ്റ്റ് ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മളെ ഈ ഒരു പരിപാടി അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ലൊരു വീഡിയോസിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.